Hey guys, welcome back to my channel. അപ്പോ ഇന്ന് ഒരു എന്താ സ്പെഷ്യൽ ഗസ്റ്റ് ഇന്ന് സൺഡേ ആണ്, ലേസി സൺഡേ. അപ്പൊ ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, എനിക്ക് ലീവാണ്. സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പൊ ഇന്ന് എന്റെ ഇക്കായാണ് എന്തുണ്ടാക്കാൻ പോകുന്നത്? മട്ടൻ കറി. മട്ടൻ കറി മാത്രം? മട്ടൻ കറിയും നോർമൽ റൈസും നമുക്ക് മട്ടൻ കറിന്ന് സ്പെഷ്യൽ ആക്കാം. ഇന്ന് ഇക്കാക്ക് മട്ടൻ കറി ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? മട്ടൻ കറിയിലേക്ക് പോവാം. മട്ടൻ കറിയിലേക്ക് പോവാം. അത് കഴിഞ്ഞു വെച്ചിരിക്കുക. വീണ്ടും തുടക്കണ ഷെഫുമാർ എപ്പോഴും ഇപ്പൊ മട്ടൻ കറിക്ക് ആവശ്യമുള്ള എന്തുവാ? Please tell me. നമുക്ക് ആദ്യം ഏറ്റവും വലിയ ജോബാണ് ഒണിയൻ, സവാള അരി എടുത്ത സെയിം ഇതിലാണ് അരിയാണ്. എന്റെ ഒരു വേ ഓഫ് ഇത് മാത്രമേ ഞാനാണ് മട്ടൻ കറി വെക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കരുതേ. ഇല്ല ഹെൽപ്പ് ചോദിക്കും. ഞാൻ ഉണ്ടാക്കുന്ന കറി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ സവാള സെയിം രീതി അരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പോലെ ആവൂല. ഇത് എനിക്ക് എന്റേതായ രീതിയിലാണ്. സെയിം രീതി അരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും പോലെ ആവും. ഇത് നമുക്ക് നിനക്ക് ഞാൻ മട്ടൻ കറി ഉണ്ടാക്കി തരാം, മട്ടൻ കറി ഉണ്ടാക്കും. വീഡിയോ എടുക്കുക, കഴിക്കുക, പോവുക, സിമ്പിൾ. സാലഡിന് വേണ്ടി അരിയുന്നവരുണ്ട്. ഇനി പരിക്ക്? നോ പരിക്ക്, നത്തിങ്. ഇത് ഒരു പ്രത്യേക തരം മട്ടൻ കറിയാണ്, ആരും കാണാത്ത ഒരു മട്ടൻ കറി. എല്ലാവരും തെറ്റിദ്ധരിക്കും ഇത് മട്ടൻ കറിയാണോ അതോ സലാഡാണോ. പക്ഷേ ഇത് മട്ടൻ കറിയാണെന്നുള്ള നഗ്ന സത്യം മട്ടൻ കറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കഴിവാൻ വീഡിയോ എടുത്താൽ ഇല്ലടി, ഞാൻ കഴിവാൻ വീഡിയോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നീ കഴിപ്പിയാ മതി. വീഡിയോ എടുക്കണ്ടേ? തക്കാളി എങ്ങനെ അരിയും? അതൊരു അടുത്തതായിട്ട് നോക്കാം അല്ലേ? ഞാൻ ഇങ്ങനെ നടന്നു വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കാം. അടുത്തതായിട്ട് ഇവിടെ നിന്ന് ഞാൻ തിരിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. തണ്ണിമത്തൻ അരിയണ്ട. അപ്പൊ നമ്മള് ഇന്ന് ടിഷ്യൂ തീർക്കും. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മള് ഉണ്ടാക്കാൻ പോകുന്ന അടുത്ത ഡിഷ് എന്താണ്? പയറ് തോരൻ. ഇതും എന്റെ വക സ്പെഷ്യൽ ആണ്. ആണോ? ഞാൻ പറഞ്ഞില്ല, സ്വന്തമായിട്ടായിരുന്നു. അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കരുത്, സോറി. സ്വന്തമായിട്ടായിരുന്നു. നോട്ട് ബാഡ്. അത് ഓപ്പൺ ആക്കി ട്രിപ്പ് ആയെന്ന് നോക്കിയാൽ ആ ഇഞ്ചിപ്പുളിയുടെ കാര്യം അത് കോരി വെക്കുമ്പോഴേ ഒക്കെ ഉണ്ടാക്കിയ ഇഞ്ചിപ്പുളിയാണ്. അത് അടുത്ത വീഡിയോയിൽ വരെ പറഞ്ഞാൽ മതി. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ആയിരുന്നു. നമുക്ക് ആ 10-25,000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ചോദിക്കോളൂ ഇവിടെ ഇഞ്ചിപ്പുളി കയറി. അടുത്ത വീഡിയോ സോറി ഗായ്സ്, അന്നേരത്തെ പെട്ടെന്നുള്ള സാഹചര്യത്തിൽ ലുലുവിന്റെ ആയിരുന്നു. സുലുവിനെ പ്രാങ്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്.
പെണ്ണുങ്ങളെ ജോലി സമ്മതിക്കട്ടെ. ഞാൻ ഇത്ര അടുത്തപ്പോൾ തന്നെ എൻ്റെ കിണ്ടി വിളച്ച്. അതിൻ്റെ അകത്ത് തന്നെ ഇട്ടേ തിരിച്ച്. അല്ല ഇരിക്കട്ടെ. എത്ര ചോറുള്ള മട്ടൻ കറി എന്ത് കഴിക്കും? കഴിഞ്ഞ ദിവസം ചോറ് വേസ്റ്റ് ചെയ്യാൻ മറന്നു പോയാ. ഇത് മട്ടൻ കറിയാണ് സുലു. ഇത് തികയൂല. ഇത് എനിക്കുള്ള ചോറ് പോലും അതിനകത്തില്ല. ഇനി വല്ലപ്പോഴും ഒരിക്കലല്ലേ മട്ടൻ കറി കുറച്ച് ചോറ് കഴിക്കണം. മോര് കറി ഉള്ളതെല്ലാം ഇല്ലേ ഇവിടെ തീരുമില്ലേ? കുറച്ചും കൂടെ ചോറ് കഴിച്ചിട്ടു. നീ തന്നെ പറഞ്ഞു ഇന്നൊരു ദിവസം നമ്മൾ മട്ടൻ കറി ഇത് ഒരാൾക്കുള്ള തിന്നാനുള്ള ചോറല്ല. നീ എന്ത് കഴിക്കും? ഞാൻ കഴിക്കുന്നില്ല. ഇന്നത്തെ ദിവസം എന്തോന്നും ഉറക്കെ പറയൂ. വെളിയിലത്തെ മട്ടൻ കറിയും കാട്ടി അടിപൊളിയാവുന്ന ആവശ്യം. എല്ലാം സ്വന്തമായിട്ട് ചെയ്യും. പിന്നെ മട്ടൻ കറി കഴിക്കുന്ന സെങ്കറി ചെയ്യണ്ടേ? ഇക്കാട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്താണ് ഒരു തൈര്. തൈര്. അതിന് നമ്മൾ അതിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് എടുക്കണം. നമുക്ക് ഇപ്പം ഞാൻ 4 അടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 4 മുറിക്കണ്ട, നമുക്കൊരു 3 മതി. ഓക്കെ, 3 എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് അരിയുന്നു. ഓക്കെ, ഇത് ഇതിനകത്തോട്ട് ഇടുന്നു. ഇതാണ് തൈരിനുള്ളത്. എടുക്കുന്നു. അടുത്ത വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഒരു 3 പീസ് ആക്കുന്നു. മാറ്റിടുന്നു. വേറൊരു ഇൻഗ്രീഡിയന്റ് ഇടുന്നതാണ്. മതിയല്ലോ. മതി. മുളകൊക്കെ പറ്റില്ലല്ലേ. അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് തൈര്. മർമ്മത്തിൻ്റെയോ മർമ്മം എടുക്കുക. നമ്മൾ ഇതിനകത്ത് എത്ര നമ്മൾ 2 പേരാണെങ്കിൽ 2 പേര് അനുസരിച്ചിട്ടുള്ളത്. നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് സ്പൂണ് കൊണ്ടൊന്ന് ഈ വെളുത്തുള്ളിയും മുളകും ഈ ചുവന്നുള്ളിയും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ടിഷ്യൂ ടിഷ്യൂ തീർക്കും. ഇനി അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി എടുക്കുക, ഒരു ശർക്കര എടുക്കുക, ഇങ്ങനെ 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 ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നിർത്തുക. നിർത്തിയതിന് ശേഷം മിക്സ് ചെയ്യുക. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പോയി. ഇട്ടിട്ട് ഇത്ര ഇടുക. അടുത്തതായിട്ട് നമ്മൾ കുക്കർ വയ്ക്കുന്നു. ചോറ് ഓൾറെഡി സുലു വെച്ചു. നമ്മളിനി മട്ടൻ കറി ഇതിലോട്ട് പോകുന്നു. നീ അടുത്തത്തെ ഗ്യാസ് ഓണാക്കണം. മതിയാ? മതി. എണ്ണ അധികം വേണ്ട. എണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. തിളയ്ക്കാനൊന്നും എനിക്ക് സമയമില്ല. പെട്ടെന്ന് ഉണ്ടാക്കണം. ഇത് ഞാൻ പറയാത്ത സോറി, എനിക്കിതിൽ പങ്കില്ല. നമുക്ക് ഇതിനകത്തിട്ട് ചെയ്യാം. കറി കൂടുതൽ വേണം. മുളക് പൊടി കുറച്ചിട്ടിട്ട് മുളക് പൊടി കുറച്ചിടേണ്ട ആവശ്യമില്ല. മുളക് പൊടി അല്ലെങ്കിൽ ഇടൂല. കുറച്ച് ഇത് മാത്രമേ. അത് തന്നെ, അപ്പോഴത്തേക്ക് കറി കാണത്തില്ല. ചൂടായ പോകുന്ന സ്പൈസസ് ആണിത്. ഞാനായിട്ട് കുറച്ച് സ്പൈസ് ഇടുള്ളൂ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഇടാം. അതിട്ടോ കുറച്ചിട്ടോ.
ഇതും കൂടെ ഇടും. മണം വരുന്നു. ക്രൈസി അല്ലേ? ക്രൈസി. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് എല്ലാവരും കഴിക്കാൻ പോകുന്നത്. ഈ കുറച്ച് മതി. ഇത് എൻ്റെ ഒരു ടൈപ്പ് ഓഫ് മട്ടൻ കറിയാണ്. കുറച്ച് മുളക്. നീ വിചാരിക്കും എന്ത് ഇത്ര കുറച്ചില്ല. ഇതാ ഭയങ്കര ഏരിയ ആയിരിക്കും. ഇതാ ഇത്ര എടുക്കുക. എപ്പോഴും കണ്ടന്റ് നോക്കണം. ഇത്ര പോലെ ആണോ? ആ ഇഞ്ചി പേസ്റ്റ് നമുക്ക് മട്ടൻ ഇട്ടിടാം. അതല്ലേ ബെറ്റർ. അപ്പൊ കുറച്ച് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. എന്നാ ഇതിപ്പോ നിന്റെ മട്ടൻ കറിയാ, ഇതിപ്പോ എന്റെ മട്ടൻ കറിയല്ല. ഞാൻ മട്ടൻ കറി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് കറി വന്നിട്ട് നീ തന്നെ അല്ലായിരുന്നു. എല്ലാം പോയി ഗായ്സ്. ഇത് പാളിക്കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വമല്ല. എന്റെ കൺസെപ്റ്റില് ഈ കറികളെല്ലാം ലാസ്റ്റാണ്. അപ്പം മട്ടനൊക്കെ ഇട്ടു. നോക്കട്ടെ മട്ടനൊക്കെ ഇട്ടേക്കുവാണ്. ഗരം മസാല. കുരുമുളക് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്തു. നമുക്ക് വിസിൽ വന്നതിന് ശേഷം കാണാം. തളന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് തോരൻ വെക്കാം. തോരൻ വെക്കാനായിട്ടൊരു പാൻ വെച്ചു. ചൂടായിട്ട് നമ്മൾ ഇതൊന്ന് നടുക്കൊരു ഇത് നമുക്ക് വെറുതിടാം. ഓക്കെ, വെറുതെ മൂടി ഇങ്ങനെ വെക്കാം. വേണോ? തുറന്ന് മിക്സ് ചെയ്യും. And it's ready. Time is gone. Hey, മട്ടൻ എന്താന്ന് നോക്കണ്ടേ? ഓക്കെ, നമ്മുടെ മട്ടൻ കറി തുറന്ന് നോക്കി. അപ്പൊ റെഡി ആയിട്ടുണ്ട്. ആശാൻ കുളിക്കാൻ ഓടി. അപ്പോഴത്തേക്കും ഇല്ല. മിക്സ്. കുറച്ച് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചു എടുക്കാം. പാത്രത്തിന്റെ കുഴപ്പമില്ല. सर आज हितेश को 7:30 में व्यूइंग है इंडियन क्लाइंट. वाव, स्पेशल मटन. അണ്ട മണം. മാഷാഅല്ലാ. കൊള്ളാല്ലേ? സൂക്ഷിച്ച്. ചെറുത്
ഇനി ഞാനത് ചെയ്യാൻ പോകും. ഈ തൈര് അല്ലെങ്കിൽ സലാഡ് അല്ലെങ്കിൽ ഇത് പറയുന്ന ഒരു സ്പെഷ്യലിലോട്ട് നമ്മൾ അവസാനം കഴിക്കുന്നതിന് മുമ്പ് ഒരു നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കും. ഇതെനിക്ക്. So let's eat now. മുംബൈ പോലീസ് ദിനരാത്രങ്ങൾ അപ്പൊ കഴിച്ചിട്ട് വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ ഗൈസ്.